ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖാലൽ മുസന്നിഫു അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി وعلماء السلف من السابقين ومن بعدهم من التابعين أهل الخير والأثر وأهل الفقه والنظر لا يذكرون إلا بالجميل ومن ذكرهم بسوء فهو على غير السبيل. കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിക്കേണ്ടായത് സഹാബിമാരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഫضലിനെ സംബന്ധിച്ചും അവരെ സംബന്ധിച്ച് അഹ്ലുസുന്നയ്ക്കുള്ള ബഹുമാനത്തെ സംബന്ധിച്ചുമായിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയെന്നോണം ഈ ഉമ്മത്തിൽ സഹാബിമാർക്കും അഹ്ലുബൈത്തിനും ശേഷം ശ്രേഷ്ഠതയുള്ളത് പിന്നീട് കടന്നുവന്ന താബിയങ്ങൾക്കും തബഉൽ അത്ബാഇനുമൊക്കെയാണ്. അവരിലെ തന്നെ പണ്ഡിതന്മാരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. ആ മഹത്തുക്കളോട് എന്തായിരിക്കണം പിൽക്കാലത്ത് വരുന്ന വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട നിലപാട് എന്നതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാചകങ്ങൾ പറയുന്നത്. വഉലമാഉ സലഫി മിനസ് സാബിഖീൻ വമൻ ബഅദഹും മിനത്ത് താബിഈൻ. മുൻഗാമികളായ പണ്ഡിതന്മാർ, അവർക്ക് ശേഷം വന്ന താബിയങ്ങളും അവരിലെ പണ്ഡിതന്മാരും, അഹ്ലുൽ ഖൈരി വൽ അസർ വഅഹ്ലുൽ ഫിഖ്ഹി വൻ നദർ. ഹദീസ് പണ്ഡിതന്മാരും അതേപോലെ ഫുഖഹാക്കളും ഗവേഷണ പടുക്കളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളുമെല്ലാം ലാ യുദ്കറൂന ഇല്ലാ ബിൽ ജമീൽ. അവരെ സംബന്ധിച്ചൊന്നും നല്ലതല്ലാതെ നമ്മൾ പറയുവാൻ പാടില്ല. വമൻ ദക്കറഹും ബിസൂ. ആരെങ്കിലും അവരെ സംബന്ധിച്ച് മോശമായ അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഫഹു അലാ ഗൈരി സബീൽ. അവൻ അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് തെറ്റിയവനാണ് എന്നാണ് അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കുറിക്കുന്നത്. വളരെ പ്രസക്തമായ വാചകങ്ങളാണിത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ എന്ന് തുടങ്ങി മുൻഗാമികളായ മുഹാജിറുകളും അൻസാറുകളും വല്ലദീന തബഉഹും ബിഇഹ്സാൻ, നന്മയിൽ പിന്നീട് അവരെ തുടർന്നു വന്ന ആളുകളും എന്ന് പ്രശംസിച്ച് അല്ലാഹു പറഞ്ഞതിന് ശേഷം വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ പ്രാർത്ഥിക്കും റബ്ബന ഉഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. രക്ഷിതാവേ, ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസം ഉൾക്കൊണ്ട മുൻഗാമികൾക്കും നീ പുറത്തു നൽകണേ നാഥ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ് നമ്മെ സംബന്ധിച്ചും നമ്മെ പോലുള്ള സഹാബിമാരല്ലാത്ത പിൽക്കാലത്ത് കടന്നുവന്ന വിശ്വാസികളെയും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ മുൻഗാമികളെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കുക, നല്ലത് പറയുക. പ്രത്യേകിച്ച് സഹാബിമാർക്ക് ശേഷം വന്ന താബിയങ്ങളും അതിനുശേഷം വന്ന തബഉൽ അത്ബാഇനെയും താബിയങ്ങളെയും തബഉൽ അത്ബാഇനെയും ഒക്കെ നമ്മൾ നല്ല രൂപത്തിൽ അവരെ സംബന്ധിച്ച് സംസാരിക്കണം. അവരെല്ലാവരും മഅസൂമികളായ തെറ്റുപറ്റാത്തവരല്ല. ഇസ്മത്തുള്ളത് പ്രവാചകന്മാർക്ക് മാത്രമാണ്. പക്ഷേ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചാൽ അതൊന്നുകിൽ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സംഭവിച്ചതാകാം, അതുകൊണ്ട് അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്ത് ശരിയായിരിക്കാം. അപ്പോൾ അവർക്ക് രണ്ട് പ്രതിഫലമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇജ്തിഹാദിൽ, അവരുടെ ഗവേഷണങ്ങളിൽ, അവർ പ്രസ്താവിച്ച അവരുടെ ഫത്വകളിൽ, അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടെത്തിയാൽ അതിനെ ഏറ്റവും ബഹുമാനത്തോടു കൂടിയായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മദ്ഹബിന്റെ അയിമ്മത്തുകൾ, അവർക്ക് മുമ്പുണ്ടായിരുന്ന പണ്ഡിതന്മാർ, അവരെല്ലാം നമ്മൾ അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ കണ്ടെത്തുന്ന സ്ഖലിതങ്ങൾ, അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അതോടൊപ്പം അവരെ അന്ധമായി നാം അനുകരിക്കുകയും ചെയ്യുന്നില്ല. ഈ കാര്യമാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം തന്നെ ഇവിടെ കുറിക്കുന്നത്. ഇത് നമ്മളുടെ ഒരു വിശേഷണവും സിഫത്തുമാണ്. ഈ ഉമ്മത്തിന്റെ അവസാന തലമുറ, ആദിമ തലമുറയെ ഭത്സിക്കുന്നതാണ് ഏറ്റവും മോശമായ ഖിയാമത്ത് നാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതായി പല റിപ്പോർട്ടുകളിലും വന്നിട്ടുള്ളത്. നമുക്കറിയാം, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത വ്യക്തമായതിനു ശേഷവും അതിനെതിരാവുകയും വിശ്വാസികളുടേതല്ലാത്ത ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത സ്വീകരിക്കുകയും ചെയ്താൽ അവനെ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചു കളയുകയും നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത എന്ന് പറയുന്നത് നരകത്തിന്റെ പാതയാണ്, വഴികേടിന്റെ പാതയാണ്. ആരാണ് മുഅ്മിനീങ്ങൾ? ഒന്നാമതായി അതിൽ കടന്നു വരുന്നത് സഹാബാക്കളാണ്. പിന്നീട് താബീങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഓരോ തലമുറയിലെയും
പണ്ഡിതന്മാരും അതേപോലെ തന്നെ നേതാക്കളുമാണ്. പിന്നീട് സഹാബിമാരുടെ കാലശേഷം ഓരോ തലമുറയിലുമുള്ള ഉലമാക്കളാണ് ആദ്യമായി ആ വിശേഷണത്തിൽ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന തഖ്വയും ഖുശൂഉമുള്ള ദീനിനെ സംബന്ധിച്ച് വിവരമുള്ള ആലിമീങ്ങളാണ് ആ സബീലുൽ മുഅ്മിനീൻ എന്ന വിശേഷണത്തിൽ ആദ്യമായി കടന്നുവരിക. തഖ്വയും വറഉം സൂക്ഷ്മതയും ഇബാദത്തും സുഹൂദുമുള്ള ആ ഉലമാക്കളോട് ആരെങ്കിലും എതിരായാൽ അവരും നരകത്തിന്റെ പാതയിലാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലെയും ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാരെ അവരർഹിക്കുന്ന സ്ഥാനത്ത് നാം പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവരിൽ നിന്ന് അബദ്ധങ്ങളോ സ്ഖലിതങ്ങളോ സംഭവിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ചായിരിക്കണം നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് എന്നതുകൂടിയാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത് വിജ്ഞാനത്തിന്റെ ഉമ്മത്താണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആദ്യമായി അവതരിപ്പിച്ച വചനങ്ങൾ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാരനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എഴുത്തിനെയും വിജ്ഞാനത്തിനെയും പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ നിരവധി വചനങ്ങളിലൂടെ ഇൽമിനെയും ഉലമാക്കളെയും അല്ലാഹു പ്രശംസിച്ചു പറഞ്ഞതായി, അവരുടെ സ്ഥാനം വ്യക്തമാക്കിയതായി നമുക്ക് കാണാൻ പറ്റും. അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. നിന്റെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ച വിജ്ഞാനം സത്യമാണെന്ന് തിരിച്ചറിയുന്നവനും അതറിയാതെ പോകുന്നവനും സമമാകുമോ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. തീർച്ചയായും ബുദ്ധിയുള്ളവർ മാത്രമാണ് ആലോചിക്കുക എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പറയാൻ. വിജ്ഞാനമുള്ള ആളുകൾക്ക് പ്രശംസ കഴിഞ്ഞിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ. വിശ്വാസികളെ, ഇരിക്കുന്ന സദസ്സിൽ നിങ്ങൾ സ്ഥലം നൽകി ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ അത് ചെയ്യുക. വൈദാ ഖീല അൻശുസൂ ഫൻശുസൂ. അതിനുശേഷം പിരിഞ്ഞു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോവുക. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും ഇൽമ് കരസ്ഥമാക്കുകയും ചെയ്ത ആളുകൾ അവരെ അല്ലാഹു ഉയർത്തുന്നു. ദറജാത്തിൻ, പല പടികളായി അല്ലാഹു ഉയർത്തുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അല്ലാഹു എന്നാണ്. ഈ ആയത്തിലും അല്ലാഹു ഇൽമുള്ള ആളുകളെ, വിശ്വാസമുള്ള ആളുകളെ ഉയർത്തുന്ന കാര്യം പ്രസ്താവിക്കുകയാണ്. സൂറത്ത് മാഇദയിൽ യസ്അലൂനക മാദാ ഉഹില്ല ലഹും, അവർക്ക് അനുവദിക്കപ്പെട്ടത് എന്തെല്ലാമാണെന്ന് നിങ്ങളോട് അവർ ചോദിക്കുന്നു നബിയെ എന്ന ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്. കുല്ലു ഉഹില്ല ലക്കുമുത് തയ്യിബാത്ത്. വിശിഷ്ടമായ എല്ലാ സംഗതികളും നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. വമാ അല്ലംതും മിനൽ ജവാരിഹി മുകല്ലിബീൻ തുഅല്ലിമൂന മിമ്മാ അല്ലമകുമുല്ലാഹ്. നിങ്ങളെ അല്ലാഹു പഠിപ്പിച്ച വിജ്ഞാനം കൊണ്ട് നിങ്ങൾ പരിശീലിപ്പിക്കുന്ന നായകൾ ഫകുലൂ മിമ്മാ അംസകന അലൈക്കും, അവ പിടിച്ചതും നിങ്ങൾക്ക് ഭക്ഷിക്കാം. വദ്കുറു സ്മല്ലാഹി അലൈഹി, അതിന്റെ പേരിൽ നിങ്ങൾ അതിനെ വിടുമ്പോയോ അതിനെ ഭക്ഷിക്കുന്നതിന് മുമ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പരിശീലിപ്പിച്ച വിവരമുള്ള നായയിൽ നിന്ന് പരിശീലിപ്പിക്കാത്ത സാധാരണ ചാവാളിപ്പട്ടികളുടെ വ്യത്യാസം. പരിശീലിപ്പിച്ച നായ പിടിച്ചത് നമുക്ക് ഭക്ഷിക്കാം, സാധാരണ പട്ടികളെ പിടിച്ചത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂല. ഈ സൂക്തത്തിൽ നിന്നും ഇൽമിന് അള്ളാഹു നൽകിയ പ്രാധാന്യം വളരെ വ്യക്തമാണ് എന്ന് പ്രതിപാദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ ഹദീസിൽ പറയാണ്, വാനലോകത്തുള്ള മലായിക്കത്തുകൾ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ, ഭൂമിയിലുള്ള അചേതനവും സചേതനവുമായ മനുഷ്യരൊഴികെയുള്ള മുഴുവൻ ജന്തുജാലങ്ങളും ജീവികളുമെല്ലാം ഇൽമു പഠിപ്പിക്കുന്ന ഗുരുനാഥനും അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇൽമിന്റെ സദസ്സിലിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള അതേപോലെ തന്നെ ഇൽമു പഠിക്കാനുള്ള വഴിയിൽ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവർക്ക് വേണ്ടി അനുഗ്രഹത്തിനായി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹു ആ പ്രാർത്ഥന ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വിജ്ഞാനത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യമാണിത്. അങ്ങനെ വിജ്ഞാനം കരസ്ഥമാക്കിയ ആളുകൾ യഥാർത്ഥത്തിലുള്ള അഹ്ലുൽ ഇൽമായി മാറുന്നത് ആ ഇൽമ അനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോഴാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് അൽ ഉലമാ ഉർ റബ്ബാനിയൂൻ എന്ന് ഇസ്ലാമിൽ വിശേഷിപ്പിക്കാറുള്ളത്. തഖ്വയും ഖുശൂഉം സൂക്ഷ്മതയുമുള്ള ആളുകളാണ് ആ പദവിക്ക് അർഹരായി തീരുക.
അവരാണ് ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരിക്കേണ്ടത്. അവരെയാണ് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്. ഇൽമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നാൽ അത് ഏറ്റവും വലിയ ദുരന്തമാണ്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഖുശൂ ചെയ്യുന്ന വിഭാഗം ഈ ഉമ്മത്തിലെ ഉലമാക്കളായിരിക്കണം, അവരാണ് എന്നാണ് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. ഇൽമു ലഭിച്ചതിന് ശേഷം അള്ളാഹുവിന് തഖ്വയും ഖുശൂഉം ഇല്ലാതെ പോകുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉദാഹരണങ്ങളിൽ ഏറ്റവും മോശമായ ഉദാഹരണം അവരെ സംബന്ധിച്ചാണ് ആക്ഷേപകരമായി പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് അറാഫിലൂടെ അള്ളാഹു പറയുന്നത് മസലുഹു കമസലിൽ കൽബി ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ് നഊദു ബില്ലാഹ്, അവന്റെ ഉദാഹരണം നായയെ പോലെയാണ് എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, മൻ ഫസദ മിൻ ഉലമാഇന ഫഫീഹി ശബഹും ബിൽ യഹൂദ് വമൻ ഫസദ മിൻ ഉബാദിന ഫഫീഹി ശബഹും ബിൻ നസാറ. നമ്മൾ 5 നേരവും പ്രാർത്ഥിക്കുമ്പോൾ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാറുണ്ട്. അള്ളാഹുവെ, നീ വഴികേടിലാക്കിയവരുടെ കൂട്ടത്തിലുമല്ല, നീ കോപിച്ചവരുടെ കൂട്ടത്തിലുമല്ല. ആരാണ് കോപിച്ചവർ? യഹൂദന്മാര്. ഇൽമുണ്ടായിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതിന്റെ പേരിലാണ് അള്ളാഹു അവരോട് കോപിച്ചത്. ഇൽമില്ലാതെ പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ക്രിസ്ത്യാനികൾ വഴികേടിലായത്. ആ 2 വിഭാഗത്തിലും ഉദാഹരണം ഈ ഉമ്മത്തിലുണ്ട്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും എന്തൊക്കെ കാരണം കൊണ്ടാണോ വഴികേടിലായത്, ആ 2 സ്വഭാവമുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ കരസ്ഥമാക്കിയ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ആലിമായി മാറുന്നത് എന്നാണ്. അങ്ങനെയുള്ള ഉലമാക്കളുടെ സ്ഥാനമാണ് ഇമാം അബൂ ജഅഫർ തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്നത്. അബൂ ജഅഫർ തഹാവി ആവട്ടെ, അല്ലാത്ത ഉലമാക്കൾ ആവട്ടെ, അവരൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ പറ്റും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു കൊച്ചുകൃതിയുണ്ട്, ബയാനുർ റദ്ദു അലൽ ജഹ്മിയ്യ വസ്സനാദിക്ക, സിന്ദീഖുകൾക്കും ജഹ്മിയാക്കൾക്കുമുള്ള മറുപടി എന്ന ഗ്രന്ഥം. അത് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ പണ്ഡിതന്മാരെ അള്ളാഹു നിയോഗിച്ചതിന് പ്രാധാന്യം വിവരിച്ചുകൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ കുല്ലി സമാനിൻ ഫതറതൻ മിനർ റുസുൽ ബഖായാ മിൻ അഹ്ലിൽ ഇൽമി യദ്ഊന മൻ ളല്ല ഇലൽ ഹുദാ വയസ്ബിറൂന മിൻഹും അലൽ അദാ യുഹ്യൂന ബികിതാബില്ലാഹിൽ മൗതാ വയുബ്സിറൂന ബിനൂരില്ലാഹി അഹ്ലൽ അമാ. അല്ലാഹു അക്ബർ. അള്ളാഹുവിന് സർവസ്തുതിയും. അവൻ എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാരില്ലാത്ത പ്രവാചകന്മാരുടെ നിയോഗമനത്തിനു ശേഷം പിന്നീടുള്ള കാലത്തിലെല്ലാം അവൻ അഹ്ലുൽ ഇൽമിനെ ഏർപ്പെടുത്തി. യദ്ഊന മൻ ളല്ല ഇലൽ ഹുദാ, ഹിദായത്തിൽ നിന്ന് വഴികേടിലായിപ്പോയ ആളുകളെ അവർ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നു. വയസ്ബിറൂന മിൻഹും അലൽ അദാ, അങ്ങനെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും ആ കൗമിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം മോശമായിരിക്കും. അതിന്റെ പേരിൽ അവർ ക്ഷമിക്കാറാണ് പതിവ്. യുഹ്യൂന ബികിതാബില്ലാഹിൽ മൗത, അള്ളാഹുവിന്റെ കിതാബിലൂടെ എത്രയെത്ര മരണപ്പെട്ടു പോയ ഹൃദയങ്ങളാണ് അവർ ജീവിപ്പിക്കുന്നത്. വയുബ്സിറൂന ബിനൂരില്ലാഹി അഹ്ലൽ അമാ, കണ്ണു കാണാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ദലാലത്തിൽ മുങ്ങിക്കഴിയുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം പകർന്നു നൽകുന്നത് ആ അയിമ്മത്തുകളാണ്. എത്രയെത്ര പിശാച് കൊന്നുപോയ ആളുകളെയാണ് അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഉപയോഗിച്ചുകൊണ്ട് ജീവിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, വമാ അഹ്സന അസറുഹും അലന്നാസ്. അതുകൊണ്ട് തന്നെ ആ ഉലമാക്കൾ എത്ര നല്ല സ്വാധീനമാണ് ആ സമൂഹങ്ങളിലൊക്കെ ചെലുത്തിയത്. വഅഖ്ബഹ അസറുന്നാസി അലൈഹിം, പക്ഷേ എത്ര മോശമായിട്ടായിരുന്നു ആ ജനങ്ങളൊക്കെ ആ ഉലമാക്കളോട് പ്രതികരിച്ചത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിചാരിക്കുകയാണ്. ഉലമാക്കളുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുകയും അത് അവർക്ക് വകവെച്ച് നൽകുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന വയഅരിഫു ശറഫ കബീറന, നമ്മളിൽ പെട്ടവനല്ല ആര്? നമ്മളുടെ കൂട്ടത്തിലെ ചെറിയവരോട് കാരുണ്യം കാണിക്കുകയും നമ്മളിലെ മുതിർന്നവരോട് ആദരവ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് വിശ്വാസമാതങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. മുൻഗാമികളാവട്ടെ സമകാലികരാവട്ടെ ഉലമാക്കളോടും പണ്ഡിതന്മാരോടും ബഹുമാനത്തോടു കൂടിയായിരിക്കണം ഉലമാക്കളും അല്ലാത്തവരും പ്രവർത്തിക്കേണ്ടത്. പണ്ഡിതന്മാരുടെ മഹത്വവും അവരുടെ സ്ഥാനവും വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വൈദ് ഖാല മൂസാ ലി ഫതാഹു, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദാസനോട് പറഞ്ഞു എന്ന് പറയുകയാണ് സൂറത്ത് അൽ കഹ്ഫിലൂടെ. ആരാണ് ഈ ഫത? മറ്റൊരു പ്രവാചകനായ യൂശാ ഇബ്നു നൂൻ, സ്നാപക യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ്. ആ നബിയെ സംബന്ധിച്ച് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനോട് പറഞ്ഞു എന്ന് പറയുന്നത് ഫതാഹു, അദ്ദേഹത്തിന്റെ ദാസൻ എന്നാണ്. അദ്ദേഹം വേറൊരു പ്രവാചകനാണ്, എന്നിട്ടും അദ്ദേഹത്തിന്റെ ദാസൻ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യനായിരുന്നു യോശാ ഇബ്നു നൂൻ എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഉലമാക്കൾ പറയാണ്, ഒരു ഇൽമ് ഒരു ആലിമിൽ നിന്ന് പഠിച്ചവരൊക്കെ ആ ആലിമിനോട് കടപ്പെട്ടവരും അയാളുടെ ദാസനെ പോലെയുമാണ് എന്നാണ്. അല്ലാഹു അക്ബർ.
പണ്ഡിതന്മാരുടെ ആ സ്ഥാനം മനസ്സിലാക്കിയവരായിരുന്നു ഈ ഉമ്മത്തിന്റെ ആദിമ തലമുറയൊക്കെ. ഉലമാക്കളുടെയും ഉമറാക്കളുടെയും മഹത്വവും അവരുടെ സ്ഥാനവും അവരുടെ പദവിയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്തിന് ഇസ്സത്ത് കൈവരിക. ഇമാം ബുഖാരി തന്റെ സഹീൽ കൊടുത്ത പ്രസിദ്ധമായ ഒരു ഹദീസ്, ഉമർ റളിയല്ലാഹു അൻഹു നാഫിയ ബിൻ അബ്ദുൽ ഹാരിസിനെ മക്കയിലെ ഗവർണറായി നിശ്ചയിച്ചിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് മക്കയിലുണ്ടായിരുന്ന അമീറായിരുന്നു നാഫിയ ബിൻ അബ്ദുൽ ഹാരിസ്. ഉമർ റളിയല്ലാഹു മക്കയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വന്ന് ഉമർ റളിയല്ലാഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് മുന്നോട്ട് വന്നു. ഉമർ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു നാഫിയനോട് ചോദിക്കുകയുണ്ടായി, മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, മക്കയിൽ നിങ്ങൾ ആരെയാണ് നായിബായി പകരക്കാരനായി നിശ്ചയിച്ചിട്ടുള്ളത്? അപ്പോൾ നാഫിയന്റെ മറുപടി ഇബ്നു അബ്സ, അബ്ദുറഹ്മാൻ ഇബ്നു അബ്സയാണ്. ഉമറുൽ ഖത്താബ് ചോദിക്കുകയുണ്ടായി, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? മക്കയിൽ ജനിക്കുകയും വളരുകയും യുവത്വവും ബാല്യവും ഒക്കെ ചെലവഴിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്, അദ്ദേഹത്തിന് പരിചയമല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉടനെ നാഫിയന്റെ മറുപടി മൗലം മിൻ മവാലീന, ഏതോ രാജ്യത്ത് നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവരപ്പെട്ട് പിന്നീട് മക്കയിൽ നിന്ന് സ്വതന്ത്രനായ വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ. ഉടനെ ഉമറിന്റെ തിരിച്ചുള്ള ചോദ്യം, ഫസ്തഖലഫ്ത അലൈഹിം മൗല, എന്നിട്ട് അങ്ങനെയുള്ള ഒരാളെയാണോ മക്കയിലെ കഅബ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഖുറൈശികൾക്കുടെ മുകളിൽ നിങ്ങളെ അമീറായി നിശ്ചയിച്ചിട്ടുള്ളത്? നാഫിയുടെ മറുപടി ഇന്നഹു ഖാരിഉൻ ലികിതാബില്ല വഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, അദ്ദേഹം അല്ലാഹുവിന്റെ കിതാബ് കാണാതെ പഠിച്ച മഹാനാണ്, ഫറായിദിൽ നല്ല വിവരമുള്ള വ്യക്തിയാണ്. ഉടനെ ഉമർ റളിയല്ലാഹു പറയുകയുണ്ടായി, അമാ ഇന്ന നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയദഉ ബിഹി ആഖരീൻ, എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ കിതാബിലൂടെ ഒരു സമൂഹത്തെ ഉയർത്തുകയും മറ്റു ചിലരെ താഴ്ത്തുകയും ചെയ്യും, അങ്ങനെ ഉയർത്തുന്നതാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് ഉമർ റളിയല്ലാഹു പറയാൻ. ഇമാം സുഹരി മുഹമ്മദ് ബിൻ മുസ്ലിം ബിൻ ഉബൈദുല്ലാഹ് ബിൻ അബ്ദുല്ല അസ്സുഹരി, അദ്ദേഹം ഖുറൈശിയാണ്. അദ്ദേഹം ഷാമിലുണ്ടായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാനെ സന്ദർശിക്കാൻ ചെന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, മിൻ ഐന ഖദിംത, എവിടുന്ന ഇമാം അവറുകളെ നിങ്ങളുടെ വരവ്? അദ്ദേഹം പറഞ്ഞു മിൻ മക്ക, ഞാൻ മക്കയിൽ നിന്ന് വരികയാണ്. അപ്പോ ഖലീഫയുടെ ചോദ്യം, മൻ ഖലഫ്ത ബി യസൂദുഹ, ആരാണ് മക്കയിൽ നിങ്ങൾക്ക് പകരം അവിടെയുള്ളത്, അവിടെയുള്ള ഫത്വ കൊടുക്കാനും മുസ്ലിങ്ങളുടെ കാര്യം നോക്കുവാനും ഒക്കെ ആരാണ് ആലിമായി അവിടെ ഉള്ളത്? ഉടനെ ഇമാം സുഹരിയുടെ മറുപടി അതാ ഇബ്നു അബി റബാഹ്, അതാ ഉണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാന് പരിചയമില്ല. അമിനൽ അറബി അമിനൽ മൗല, അദ്ദേഹം അടിമയാണോ എന്നിട്ട് സ്വന്തമാക്കപ്പെട്ട വ്യക്തിയാണോ അതല്ല അറബികളിൽപ്പെട്ട വ്യക്തിയാണോ? ഉടനെ സുഹരി ഇമാമിന്റെ മറുപടി അദ്ദേഹം അടിമയായിരുന്നു, അദ്ദേഹത്തിന്റെ പിതാവും അടിമയായിരുന്നു, അവർ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. ഫബിമസാദഹും, അബ്ദുൽ മലിക് മർവാന്റെ ചോദ്യം, പിന്നെ എങ്ങനെയാണ് അവര് മക്കയിലെ മുഫ്തിയായി മാറിയത്? കാലബിദ്ദിയാനത്തി വരിവായ, ഇൽമിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ. അങ്ങനെ അബ്ദുൽ മലിക് ബിൻ മർവാൻ ചോദിക്കുകയുണ്ടായി, യമനിൽ ആരാണ് ആലിമ്? മിസ്റിൽ ആരാണ് മുഫ്തി? ഷാമിൽ ആരാണ് ആലിമ്? ജസീറയിൽ ആരാണ്? ബസറയിൽ ആരാണ്? അവിടെയൊക്കെയുള്ള അയിമ്മത്തുകളെ ഇമാം സുഹരി ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു. താവൂസ് ബിൻ കൈസാൻ, യസീദ് ബിൻ അബി ഹബീബ്, ഹസൻ അൽ ബസരി തുടങ്ങിയ അയിമ്മത്തുകളുടെ പേര് ഇങ്ങനെ പറഞ്ഞു. അവസാനം കൂഫയിലേക്ക് എത്തി. അവിടെ ഇബ്രാഹിമുൻ നഖഈ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം, അമിനൽ അറബിഹു, ഇബ്രാഹിമുൻ നഖഈ അറബിയാണോ? സുഹരി ഇമാമിന്റെ മറുപടി അതെ, അറബിയാണ്. അബ്ദുൽ മലിക് ബിൻ മർവാന്റെ ചോദ്യം, വൈലക് ഫറജ്ത അന്നി, ഒറ്റ അറബിയെ മാത്രമാണല്ലോ കിട്ടിയത്, വല്ലാത്തൊരു നാശം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയാണ്, വല്ലാഹി ലയസുദന്നൽ മവാലി അലൽ അറബി ഫി ഹാദൽ ബലദ്, ഈ നാട്ടിലും വൈകാതെ അറബികളുടെ മുകളിൽ നേതാക്കന്മാരായി അനറബികൾ വരുന്ന കാലം വിദൂരമല്ല. ഉടനെ ഇമാം സുഹരിയുടെ മറുപടി, യാ അമീറൽ മുഅ്മിനീൻ ഇന്നമാ ഹുവ ദീനുൻ മൻ ഹഫിള സാദ, ഇതാണ് ഈ ദീന്, അതിനെ ആരാണ് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്നത് അവരാണ് നേതൃസ്ഥാനത്തിൽ വരിക എന്ന് ഇമാം സുഹരി അബ്ദുൽ മലിക് ബിൻ മർവാൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരായിരിക്കണം ഈ ഉമ്മത്തിനെ ദിശ കാണിക്കുന്നവരും നയിക്കുന്നവരും അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവരും. അതിന് അർഹപ്പെട്ടവരായിരിക്കണം അവര്. അങ്ങനെ അർഹപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കുമ്പോൾ അവരെ ആയിരിക്കണം ആ കാര്യം ഏൽപ്പിക്കേണ്ടത് എന്നതൊക്കെയാണ് മഹത്തുക്കളായ അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനു പകരം പണ്ഡിതന്മാരുടെ നിലയും വിലയും അംഗീകരിക്കാതിരിക്കുകയും അവരിൽ നിന്നുള്ള അബദ്ധങ്ങൾ ആളുകൾക്കിടയിൽ കൊട്ടിപ്പാടുകയും അതിനെ പണ്ഡിതന്മാരെ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് തകരാനുള്ള കാരണമായി പണ്ഡിതന്മാരൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു പണ്ഡിതനെ ആക്ഷേപിക്കുക എന്നതിനർത്ഥം ഒരു പണ്ഡിതനിൽ മാത്രം ഒതുങ്ങിങ്കിൽ, ഒരു പണ്ഡിതനെ ആക്ഷേപിക്കുക എന്നത്
ആ പണ്ഡിതനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തിന്മയല്ല, മറിച്ച് ആ പണ്ഡിതന്റെ അടുക്കലുള്ള ഇൽമ് അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപം യഥാർത്ഥത്തിൽ ചെന്ന് പതിക്കുന്നത്. അയാളിൽ നിന്ന് പിന്നീട് സാധാരണക്കാർ വിദ്യ അഭ്യസിക്കുകയില്ല. അയാളിൽ നിന്ന് പിന്നീട് ആളുകൾ ഇൽമെടുക്കുകയോ അതിലൂടെ അയാളുടെ ഇൽമ് പ്രചരിക്കുകയോ അയാളിൽ നിന്ന് പിന്നീട് ആളുകൾ ഇൽമ് സ്വീകരിക്കാൻ ചെല്ലുകയോ ഈ ദീന് പ്രചരിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന മുന്നറിയിപ്പ് പണ്ഡിതന്മാരൊക്കെ നൽകിയതായി നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ഏറ്റവും മോശമായ സംഗതിയാണ് ഒരു വിശ്വാസിയുടെ ദുർബലതകളും ന്യൂനതകളും അന്വേഷിക്കുകയും അത് ആളുകളോട് പറയുകയും ചെയ്യുക എന്നത്. അപ്പോൾ ഉലമാക്കളുടേതാണെങ്കിലോ അത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. കഫാബിൽ മർഇ അല്ലാ യകൂന സാലിഹ വഹുവ യഖഉ ഫി സാലിഹീൻ. ഒരു മനുഷ്യന് ഏറ്റവും മോശമായ ഒരു സംഗതിയാണ് സാലിഹ്യങ്ങളിൽ പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷെ അവന്റെ ജോലിയോ സാലിഹ്യങ്ങളെ കുറ്റം പറയുക എന്നത് ഏറ്റവും വലിയ അവന്റെ ദൗർഭാഗ്യത്തിന്റെ തെളിവായി പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇമാം ഇബ്നു അസാക്കിർ ദിമഷ്കി അദ്ദേഹത്തിന്റെ തബീഉൽ കദിബുൽ മുഫ്തരി എന്ന കിതാബിൽ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നതിന്റെയും അവരെ ബത്സിക്കുന്നതിന്റെയും അവർ വഴികേടിലായിരുന്നു എന്ന് ആരോപിക്കുന്നതിന്റെയൊക്കെ ഗൗരവത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ലുഹൂമുൽ ഉലമാഇ മസ്മൂമ. പണ്ഡിതന്മാരുടെ ഗീബത്ത് പറയുന്നത് സാധാരണക്കാരുടെ ഗീബത്ത് പറയും പോലെയല്ല. സാധാരണക്കാരുടെ ഗീബത്ത് പറയുന്നത്, പരദൂഷണം പറയുന്നത് പച്ചമാംസം തിന്നുന്നതിനോട് തുല്യമായിട്ടാണ് ഖുർആൻ ആക്ഷേപിച്ചിട്ടുള്ളത്. എന്നാൽ പണ്ഡിതന്മാരുടെ ഗീബത്ത് അത് പച്ചമാംസമല്ല, വിഷം പുരട്ടിയ പച്ചമാംസമാണ്. വആദത്തുല്ലാഹി ഫീ ഹത്തക്കി അസ്താരി മുൻതഖിസിഹിം മാലൂമ. പണ്ഡിതന്മാരുടെ സ്ഥാനം, അവരുടെ നിലയും വിലയും ഇടിച്ചു കാണിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു എന്താണ് ചെയ്യുന്നത് എന്നത് ഓരോ കാലഘട്ടത്തിലും പതിവുള്ളതാണ്. ലിഅന്നൽ വഖിഅത ഫീഹിം ബിമാ ഹും മിൻഹു ബുറാഉ അംറുൻ അദീം. അവരില്ലാത്ത കാര്യം അവരിൽ ആരോപിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് മഹാപാതകമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. പണ്ഡിതന്മാരെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതിനു മുമ്പ് പലതവണ ആലോചിച്ചുകൊണ്ടായിരിക്കണം ആ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത്. പ്രത്യേകിച്ച് നമ്മളിന്ന് ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ശരിയായ കാര്യങ്ങൾ തന്നെ ഉപദേശിക്കാൻ അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. അതിലൂടെയായിരിക്കണം ഒരു വിശ്വാസി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ എനിക്ക് എഴുതാനറിയാം, എനിക്ക് വിളിച്ചു പറയാനറിയാം എന്ന് വിചാരിച്ചുകൊണ്ട് ആരും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും വിളിച്ചു പറയുകയുമല്ല. അത് മഹാകുറ്റമാണ്. പ്രത്യേകിച്ചും പണ്ഡിതന്മാർക്കിടയിലൊക്കെ ഉണ്ടാവാറുള്ള ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള അസൂയയിൽ നിന്നും അവർക്കിടയിലുള്ള ഈഗോയിൽ നിന്നും ഒക്കെ ഉടലെടുക്കുന്നതാണ്. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായ സംഗതിയാണ്. ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, വലിയ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർക്കിടയിലും പലപ്പോഴും സമകാലീനരായി കഴിഞ്ഞാൽ അവർക്കിടയിൽ ഒരു മത്സര ബുദ്ധി ഉണ്ടാവുക എന്ന് സ്വാഭാവികമാണ്. ഏത് കലയുടെയും ഫന്നിന്റെയും മേഖലയിലൊക്കെ ആ സംഗതിയുണ്ട്. ശാസ്ത്രജ്ഞന്മാരാവട്ടെ, ജോലിക്കാരാവട്ടെ, സാധാരണക്കാരാവട്ടെ, ഒരേ നിലവാരത്തിലുള്ള രണ്ടാൾക്കാരായാൽ മനുഷ്യ പ്രകൃതിയാണ് അവിടെ ചെറിയൊരു മത്സരം ഉണ്ടാവുക എന്നത്. ആ മത്സരത്തിന്റെ ഫലമായി പലപ്പോഴും പണ്ഡിതന്മാർക്കിടയിൽ ആക്ഷേപങ്ങൾ ഉണ്ടാവാറുണ്ട്. അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ വല്ലതും കേട്ടാൽ അതെടുത്ത് പ്രചരിപ്പിക്കുകയല്ല, മറിച്ച് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, കലാമുൽ അഖ്റാനി ബഅദുഹും ഫീ ബഅദിൻ യുത്വാ വലാ യുർവ. സമകാലീനർ പരസ്പരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് പറയാൻ പാടില്ല, അത് മടക്കി ചുരുട്ടൊരു മൂലയിൽ വെക്കുക. കാരണം പ്രത്യേകിച്ചും അത് അവർക്കിടയിലുള്ള ഈ ഈഗോയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വഴികേടിനെ സമകാലീനായാൽ നമ്മൾക്ക് വ്യക്തമാക്കി കൊടുക്കുകയും അതിൽ നിന്ന് ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യാം. പക്ഷെ അതല്ല, വ്യക്തമായ രേഖയില്ലാതെ, വ്യക്തമായ തെളിവില്ലാതെ പണ്ഡിതന്മാർക്കെതിരെ മറ്റൊരു പണ്ഡിതൻ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ആളുകൾക്കിടയിലോ അല്ലാത്തവർക്കിടയിലോ പ്രചരിപ്പിക്കാൻ നമ്മൾക്ക് അനുവാദമില്ല എന്നാണ് പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമ്മെ ബോധവൽക്കരിച്ചിട്ടുള്ളത്. ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കും അവരർഹിക്കുന്ന സ്ഥാനവും ബഹുമാനവും നൽകുകയും ഈ ഉമ്മത്തിനെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ഹക്കിലേക്ക് നയിക്കാൻ അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുകയും വേണം. അതല്ലാതെ ഈ ഉമ്മത്തിന്റെ നായകത്വവും നേതൃത്വവും പലതരത്തിലുള്ള ആളുകളെയും ഏൽപ്പിച്ചാൽ ഇന്ന് ഈ ഉമ്മത്ത് എത്തിയതുപോലെ നിന്ദതയിലേക്കും അതേപോലെ അപകടത്തിലേക്കുമായിരിക്കും ആ ആളുകള് ഈ ഉമ്മത്തിനെ നയിക്കുക എന്നത് വിശ്വാസമാതകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ശരിയായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.